മമ്മൂട്ടിയെ നായകനാക്കി വനിതാ സംവിധായിക. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. മമ്മൂട്ടിയെ നായകനാക്കി വനിതാ സംവിധായിക. മമ്മൂട്ടി വീണ്ടും ഒരു വനിതാ സംവിധായികയെ ഡേറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ഏത് നടിക്കാണ്, ഏത് സംവിധായികയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം ഈ ഒരു സംവിധായിക ഒരു നടി കൂടിയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ അതിന് വ്യക്തമായ ഒരു രൂപരേഖ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശാന്തി മായാദേവി എന്ന നടിയാണ് മമ്മൂട്ടിയെ നായകനാക്കി തൻ്റെ ആദ്യ സിനിമയ്ക്ക് അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. രത്തീനയ്ക്ക് ശേഷം മറ്റൊരു വനിതാ സംവിധായികയ്ക്ക് കൂടി അങ്ങനെ മമ്മൂട്ടി ഡേറ്റ് നൽകിയിരിക്കുകയാണ്. നവാഗതയായ ശാന്തി മായാദേവിക്കാണ് മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. മോഹൻലാൽ ചിത്രം നേരിന്റെ തിരക്കഥാകൃത്തും ദൃശ്യം 2, ദൃശ്യം 3 സിനിമകളിലെ വേഷങ്ങളിലൂടെ ശ്രദ്ധേയായ നടി കൂടിയാണ് ശാന്തി. അടുത്ത വർഷമായിരിക്കും സിനിമയുടെ ചിത്രീകരണം നടക്കുക. കോർട്ട് റൂം ഡ്രാമ ജോണറിലാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. മമ്മൂട്ടിയുടേത് ഒരു വക്കീൽ കഥാപാത്രമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അഭിഭാഷക കൂടിയായ ശാന്തി മമ്മൂട്ടിയോടൊപ്പം ഗാനഗന്ധർവൻ എന്ന സിനിമയിലും അഭിനയിച്ചിരുന്നു. ആ ചിത്രത്തിലൂടെയായിരുന്നു അവർ സിനിമാ രംഗത്ത് എത്തിയത്. ശാന്തി മായാദേവി മമ്മൂട്ടി ചിത്രം നിർമ്മിക്കുക മമ്മൂട്ടി കമ്പനി ആയിരിക്കും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആയിടയ്ക്കാണ് പാർവതി എന്ന നടിയാണ്, പാർവതി തിരുവോത്ത് എന്ന നടിയാണ് മമ്മൂട്ടിയെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വാർത്തകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരുവിധ യാഥാർത്ഥ്യബോധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഗംഭീര സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്ക് നടൻ്റെതായി ഇനി വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ പ്രതീക്ഷയുണർത്തുന്നവയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഒരു സിനിമ എന്തായിരിക്കും, ഏത് കഥാപാത്രത്തെ സംബന്ധിക്കുന്ന വിഷയമായിരിക്കും പറയുക എന്ന് അറിയുവാൻ ആകാംക്ഷയോടെയാണ് മമ്മൂട്ടിയുടെ ആരാധകരും നല്ല സിനിമകൾ സ്നേഹിക്കുന്നവരും കാത്തിരിക്കുന്നത്. അങ്ങനെ പാർവതി തിരുവോത്തല്ല സിനിമയുടെ സംവിധായക എന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അടുത്തത് ആരായിരിക്കുമെന്നറിയുവാൻ, ആരാണ് ആ നടി എന്നറിയുവാൻ ആകാംക്ഷയോടെയാണ് ഇരുന്നത്. ഇപ്പോൾ ഇതാ പുറത്തു വന്ന പ്രകാരം മായാദേവിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശാന്തി മായാദേവിയുടെ ഈ ഒരു സിനിമ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നേരിടുന്ന സിനിമ ഉണ്ടാക്കിയോളം അത്ര ചെറുതല്ലെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോഴിതാ നടന്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. പാർവതിയുമൊത്ത് മമ്മൂട്ടി കൈകോർക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പാർവതിയുമായിട്ടല്ല, ശാന്തി മായാദേവിയുമായിട്ടാണ് ഈ സിനിമ ഒരുമിക്കുന്നത് എന്നുള്ള വാർത്തകൾ വന്നു. അങ്ങനെ മമ്മൂട്ടി വക്കീൽ വേഷത്തിൽ വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുമ്പോൾ എല്ലാവരും വലിയൊരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുകയാണ്. പേട്രിയറ്റ് ആയിരുന്നു അവസാനമായി പുറത്തു വന്ന മമ്മൂട്ടി ചിത്രം. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത്. 19 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിച്ചത്. ചിത്രത്തിന്റെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകളും ഒപ്പം തന്നെ കിടലും മേക്കിംഗ് കൂടിയായിട്ട് പോലും ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള ചില പാകപ്പിഴകളൊക്കെ തന്നെ ചിത്രത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അങ്ങനെ ചിത്രം വലിയൊരു വിജയമായി മാറാതെ പോയി. ആഗോള ബോക്സ് ഓഫീസിൽ 80 കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ നേടുവാൻ ചിത്രത്തിന് സാധിച്ചു. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 36.66 കോടി രൂപയും വിദേശത്ത് നിന്ന് 45 കോടിക്കടുത്തുള്ള ഒരു തുകയുമാണ് ചിത്രം നേടിയെടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു പരാജയത്തിൽ തന്നെയാണ് കലാശിച്ചിരിക്കുന്നത്. ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനി, കിച്ചാപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡ്രൂ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്ന് പേട്രിയറ്റ് നിർമ്മിച്ചത്. പേട്രിയറ്റിന് ശേഷം അടുത്തിന് വരാനിരിക്കുന്ന സിനിമ ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവരും. ധനുഷിനോടൊപ്പമുള്ള ധനുഷ് 55 എന്ന സിനിമയിൽ അത്യാവശ്യം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റു സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനിടെയാണ് ശാന്തി മായാദേവിയുമായിട്ടുള്ള ഈ ഒരു കോർട്ട് റൂം ഡ്രാമയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് മികച്ച സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.